അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി കുറച്ച് പറയാം. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഇത് അവൽ ഫിത്തിയത്തു, ആ യുവാക്കൾ ചെന്നു ചേർന്നതായ സന്ദർഭത്തെക്കുറിച്ച് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക് ചെന്നു ചേർന്നു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അവർ ദുആ ചെയ്തു, റബ്ബന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവേ, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണേ, മിൻ ലദുൻക, നിന്റെ ഭാഗത്തിൽ നിന്ന് നൽകണേ, റഹ്മത്തൻ, കാരുണ്യത്തെ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റ് ഒന്നും ഞങ്ങൾക്കില്ല, നിന്റെ കരുണ നിന്റെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണം. വഹയ്യിഅ് ലനാ, ഞങ്ങളെ നീ തയ്യാറാക്കണം, മിൻ അംരിന, ഞങ്ങളുടെ ഈ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നിന്ന് റഷദൻ, നല്ല മാർഗത്തിന് നീ ഞങ്ങളെ തയ്യാറാക്കണം, വഴിതെറ്റാതെ ഞങ്ങളുടെ ഈ ഈമാന് രക്ഷപ്പെടുന്ന രൂപത്തിൽ ഞങ്ങളെ നീ പാകപ്പെടുത്തണം എന്ന് ആ ഗുഹയുടെ അടുക്കൽ എത്തിക്കൊണ്ട് ആ യുവാക്കൾ പടച്ചവനോട് ദുആ ചെയ്തു. ഭൗതികമായ കാര്യത്തിലൊന്നുമല്ല ഞങ്ങൾക്ക് താല്പര്യമുള്ളത്, ഞങ്ങളുടെ ഈമാന് നഷ്ടപ്പെടുന്നതിലാണ് ഞങ്ങൾക്ക് ബേജാറുള്ളത്. അതുകൊണ്ട് നിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്കുണ്ടാവണം, സന്മാർഗത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ നീ പാകപ്പെടുത്തണം എന്നവർ ദുആ ചെയ്തു. നട്ടപ്പാതിര സമയത്ത് അവർ ചെയ്ത ദുആ ഇതായിരുന്നു. അങ്ങനെ അള്ളാഹു ആ ദുആയെ കബൂലാക്കുകയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയാത്ത രൂപത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്തു. فضربنا على آذانهم في الكهف سنين عددا. فضربنا على آذانهم. فضربنا, ഒരു മറയെ നാം ആക്കി, അല ആദാനിഹിം, അവരുടെ കാതുകളുടെ മേൽ. ഒരാളിങ്ങനെ കിടന്നു, അയാള് അപ്പുറത്ത് പറയുന്നതൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാതിരിക്കും, ഉറക്കു വരികയാണ്. അപ്പൊ ഉറക്കി എന്നുള്ളത് കാതിന്റെ മേൽ, കണ്ണിന്റെ മേൽ അള്ളാഹു ഇടുന്ന ഒരു മറയാകുന്നു എന്ന് വെച്ചാൽ അവിടെ തഫ്സീറിൽ കാണാം, ഐ അനംനാഹും, അവരെ നാം ഉറക്കി, നൗമ്, ഉറക്കുകയും ചെയ്തു. ഇപ്പൊ ലറബ്ന അല ആദാനിഹിം, അവരുടെ കാതുകളുടെ മേൽ നാം ഒരു മറ സൃഷ്ടിച്ചു, അനന്തരം അവരെ നാം ഉറക്കി. ഫിൽ കഹ്ഫി, ആ ഗുഹയിലായിട്ട്, സിനീന, വർഷങ്ങൾ, അദദൻ, എണ്ണത്തിനാൽ, ധാരാളം വർഷങ്ങൾ അവരങ്ങനെ ഉറങ്ങിക്കിടന്നു. എത്ര വർഷമാണ് ഉറങ്ങിയത്? അവര് ചാന്ദ്രിക കൊല്ലം അനുസരിച്ച് 309 കൊല്ലവും, ചന്ദ്രന്റെ ഉദയം കൊണ്ട് കണക്കാക്കപ്പെടുന്ന മുഹറം സഫർ 309 കൊല്ലവും, സൂര്യവർഷം കൊണ്ട് 300 കൊല്ലവുമായിരുന്നു. 300 കൊല്ലമായാൽ ഇത് 309 കൊല്ലമാകും, 10 ദിവസത്തെ വ്യത്യാസമുണ്ട്. അങ്ങനെ നീണ്ട കാലം അവർ ആ ഗുഹയിൽ ഉറങ്ങിക്കിടന്നു. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. അവരുടെ ആദർശത്തിനെ യാതൊരുവിധ രൂപത്തിലും ആർക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചു. എന്നിട്ടോ ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ثم بعثناهم, പിന്നീട് അവർക്ക് നാം ജന്മം നൽകി എന്ന് പറഞ്ഞാൽ ഈ ഉറക്കിൽ നിന്നുള്ള ജന്മാണ്. അപ്പൊ അവരെ നാം ഉണർത്തി. ഐക്കലിനാഹും എന്ന തഫ്സീർ. സാധാരണ ബഅത്ത് എന്ന് പറഞ്ഞാൽ മരണാനന്തരമുള്ള ജീവിതത്തിനാണ് ബഅത്ത് എന്ന് പറയാം. ഇവിടുത്തെ ബഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉറക്കിൽ നിന്നുള്ള ഉണർച്ചയാകുന്നു. റബത്തുന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ നാം ദൃഢത നൽകി. റബത്തു എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കാൻ അർത്ഥം. ഒരു കുഴിയിൽ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് കയറ്റുന്ന ആള് ബലമായിട്ട് ഇയാളെ പിടിക്കും. റബത്ത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് കയറ്റും. ഈ പ്രയോഗമാണ് റബത്തുന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ നാം ദൃഢത നൽകി. ഇത് ഖാമു, അവർ നിന്നതായ സമയത്ത്. നേരത്തെ രാജാവിന്റെ മുന്നിൽ നിന്നല്ല അവര്. ഫഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, റബ്ബുന, ഞങ്ങളുടെ നാഥൻ, റബ്ബുസ്സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമികളുടെയെല്ലാം നാഥനായ അള്ളാഹു ആകുന്നു ഞങ്ങളുടെ നാഥൻ എന്ന് അവർ പ്രഖ്യാപിച്ചു. നേരത്തെ രാജസദസ്സിൽ അടക്കം അവരത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഗുഹയിൽ വന്നതിന് ശേഷം അവരുടെ പ്രാർത്ഥനയിൽ അതുണ്ട്. അതുകൊണ്ട് ലൻ നദ്ഉവ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ,
ഇലാഹൻ മറ്റാർക്കും മറ്റൊരു ഇലാഹിനും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. ഞങ്ങളുടെ ഇബാദത്തിന് അർഹൻ ഒരേ ഒരുത്തൻ മാത്രം, അത് ആകാശഭൂമിയുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചവനായ നാഥനാകുന്നു. ലഖദ് ഖുൽന തീർച്ചയായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൻ അള്ളാഹുവെ അല്ലാത്തതിന് ഇബാദത്ത് ചെയ്യുന്ന പക്ഷം എന്ത് പറഞ്ഞിരിക്കുന്നു? ശതത്തൻ അവിശ്വാസത്തിൽ വളരെ അതിലംഘിക്കുന്നതായ വാക്കിനെ പറഞ്ഞിരിക്കുന്നു. ശതത്ത് എന്ന് പറഞ്ഞാല് ലാ ശതത്തിൻ എന്ന അർത്ഥം, ശതത്ത് ഉടയത്. ശതത്ത് എന്ന് പറഞ്ഞാൽ ഇഫ്രാത്ത് എന്നർത്ഥം, അതിര് വിട്ടത്. ഒരു അതിര് വരൊക്കെ അല്ലേ വരാൻ പറ്റൂ. ഇത് അതിര് വരുമ്പൊക്കെ ലംഘിക്കുന്ന വാക്കാണ്. അന്നേരം ഞങ്ങൾ പറയുന്നത് അതൊരിക്കലും ഞങ്ങളിൽ നിന്നുണ്ടാകില്ല. അവര് തീർത്തു പറഞ്ഞു. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ഹാഉലായി ഈ വിഭാഗം, ഖൗമുന അഥവാ നമ്മുടെ ഈ വിഭാഗം, ഇത്തഖദൂ മിൻ ദൂനിഹി അള്ളാഹുവെ കൂടാതെ അവരാക്കിയിരിക്കുന്നു ആലിഹത്തൻ ഇലാഹുകളെ. ഞങ്ങൾ നിലകൊള്ളുന്നതായ ഈ ജനവിഭാഗം അവർ അള്ളാഹു അല്ലാത്തതിന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അനധികൃതമായ ആരാധന അവർ നിർവഹിച്ചിട്ടുണ്ട്. അല്ലോ ലൗലാ യൗതൂന എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല, അലൈഹിം അവരെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ മേൽ ബി സുൽത്താനിൻ ബയ്യനിൻ വ്യക്തമായ തെളിവിനെ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യേണ്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു കലർപ്പില്ലാത്ത വ്യക്തമായ തെളിവ് എന്താ അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്? ഇന്ന് വരെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ തെളിവുകൾ പറഞ്ഞു. ആകാശത്തെ പടച്ചത് അള്ളാഹു ആകുന്നു, സൂര്യനെ ഇവിടെ നിന്ന് ഉദിപ്പിച്ച് അവിടെ അസ്തമിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു, രാവും പകലും ഉണ്ടാക്കുന്നത് അള്ളാഹു ആകുന്നു. ഇതൊക്കെ അള്ളാഹു ആയതുകൊണ്ട് ഇബാദത്ത് അവന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തെളിവുകളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരിൽ ഇവൻ അല്ലാത്തവർക്കാണ് ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് എന്താണ് അവർ കൊണ്ടുവരാത്തത്? ലൗലാ യൗതൂന എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല അലൈഹിം അവർ ഈ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്തിന് മേൽ, അലൈഹിം തന്നെ അവരുടെ മേൽ എന്നാൽ അവർ ചെയ്യുന്ന ഈ അനധികൃതമായ ഇബാദത്തുകളുടെ മേൽ അതിന് അനുകൂലമായിട്ട് ബി സുൽത്താനിൻ ബയ്യനിൻ വ്യക്തമായ തെളിവുകൾ എന്താ അവർ കൊണ്ടുവരാത്തത്? അവർക്കുണ്ടാ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവര് സ്വീകരിച്ച നിലപാട് വളരെ കുറ്റകരമായതാകുന്നു. ഫമൻ അദ്ലമു ആരാണ് ഏറ്റവും വലിയ അക്രമി? ആരുമില്ല. ഇവനെ താഴെ പറയുന്നവനേക്കാൾ മേലെ പറയപ്പെട്ടവനേക്കാൾ അക്രമിയായി ആരുമില്ല. മിമ്മൻ ഇഫ്തറ നിർമ്മിച്ചുണ്ടാക്കി പറയുന്നവനേക്കാൾ അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ കെദിബൻ കളവിനെ നിർമ്മിച്ചുണ്ടാക്കി പറയുന്നതിനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുമില്ല. ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കുന്നവനാകുന്നു. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, ഓരോ വസ്തുക്കൾക്കും അതാത് സമയത്ത് വേണ്ടതൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്ത് മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്നത് കടുകടുത്ത കളവാണ്. ഇതിനേക്കാൾ വലിയൊരു കളവില്ല. ഇങ്ങനെയുള്ള കളവ് നടത്തുന്നവനേക്കാൾ, ഇങ്ങനെയുള്ള കള്ളം പറയുന്നവനേക്കാൾ അക്രമിയായിട്ട് ആരുമില്ല. കാരണം തലക്ക പറഞ്ഞു, കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിലെ ഏറ്റവും കടുകടുത്ത വാക്കാണ് ഇത് ഷിർക്ക് എന്നുള്ളത്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നതും ഇബാദത്തിൽ അവന്റെ പങ്കുകാരുണ്ട് എന്ന് പറയുന്നതുമാണ് ഏറ്റവും ഗൗരവമുള്ള വാക്ക്. അത് പറഞ്ഞവനേക്കാൾ, ആ നുണ പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? ആരുമില്ല. അർഹമുറാഹിമായ അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ അവൻ ദൃഢമായി നിലനിർത്തുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ആ വിശ്വാസത്തിൽ ഊന്നിയ അമലുകൾ നമ്മിൽ നിന്ന് അള്ളാഹു തആല ധാരാളമായിട്ട് ഉണ്ടാക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ നായ അവരെ പോലെ നാമും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.